അത് പറയാൻ പറ്റുന്നതാണോ? ഇല്ല, അത് പറയാൻ പറ്റില്ല. വെറുതെ എന്തിനാ അതൊക്കെ കഴിഞ്ഞു പോയില്ല, എന്തിനാ അല്ല ഇതിന് രശ്മയും കൂടെ പോകുന്നെങ്കിൽ അതിൻ്റെ അകത്ത് ഞാനും പിന്നെ 1-2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ അങ്ങനെ നശിപ്പിച്ചത് കൊണ്ടായിരിക്കാം അച്ഛനോടുള്ള ഒരു ചലഞ്ചിങ്, എനിക്കിത് ജയിച്ച് കാണിക്കണം. അതും അച്ഛന് തന്നെയാണ് ആ ഒരു ക്രെഡിറ്റ്. പേടിച്ച് അങ്ങനെ എൻ്റെ ഫോണൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്നെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ കൂട്ടുകാരെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. റാം കെയർ ഓഫ് ആനന്ദിയിൽ നായകൻ നിവിൻ പോളിയോ? അയ്യോ വേണ്ട, മല്ലി എന്തായാലും തീർച്ചയായിട്ടും റിയൽ ആയിട്ടുള്ള ഒരു ട്രാൻസ്ജെൻഡർ ആയിരിക്കും. പിന്നെ എങ്ങനെ രക്ഷപ്പെട്ട? എങ്ങനെയാ? കയ്യും കാലം പിടിച്ചു. അങ്ങനെയൊക്കെ എഴുതി നടന്നാ മതി, വല്ല പണിക്ക് പോകണ്ടേ? ഇപ്പൊ ഏറ്റവും കൂടുതൽ പറയുന്നത് അച്ഛനാ. എനിക്ക് ഒരു റിലേക്ക് വന്നപ്പോ ഞാൻ ഫോൺ എടുത്തപ്പോ മൊത്തം ന്യൂസാണ്. 2018 തിരക്കഥാകൃത്തിനെ വെള്ളക്കെട്ടി പാമ്പ് കടിച്ചു. ഞാൻ ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതായത് കടി കിട്ടി കെട്ടിയെങ്കിലും എനിക്ക് തല ചുറ്റാൻ തുടങ്ങി. അങ്ങനെ ആ സമയത്താണ് ഒരു മാസ് എൻട്രി കണക്ക് ഒരു ആംബുലൻസ് ഇങ്ങനെ തിരിഞ്ഞു വരുന്നു, കാല് പിടിച്ച് കരഞ്ഞ് കാല് പിടിച്ചു. അതെ, ഓക്കെ. നമസ്കാരം. എൻ്റെ ഭാര്യയുമായി ഒരു ദിവസം വഴക്ക് കൂടാൻ കാരണമായൊരു പുസ്തകമാണിത്. എന്താ സംഭവം എന്ന് ഞാൻ ആദ്യം പറയാം. അതായത് ഈ പുസ്തകം എനിക്ക് എൻ്റെ ഫ്രണ്ട് ഒരു ദിവസം തന്നു. അന്ന് ഞാനിത് വായിച്ചു തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്കിതിന്ന് വിട്ട് പോകാൻ കഴിഞ്ഞില്ല. വൈകിട്ട് 7 മണിക്ക് ആരംഭിച്ച പുസ്തക വായന രാത്രി 2 മണി 2:30 കഴിഞ്ഞത്. വീട്ടിൽ ഒരു കാര്യവും വന്ന് നോക്കിയില്ല. മുട്ട വഴക്കായി, ഭയങ്കര പ്രശ്നമായി. അതിന് കാരണക്കാരനായ ആളാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. നമസ്കാരം. നമസ്കാരം അഖിൽ. ഹായ്. എൻ്റെ കുടുംബജീവിതത്തിൽ ഇടപെട്ട പുസ്തകമാണിത്. താങ്ക് യു. വഴക്കൊക്കെ കഴിഞ്ഞു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പുസ്തകം ഞാൻ വായിച്ചു തുടങ്ങിയിട്ട് എനിക്ക് നിർത്താൻ കഴിയുന്നില്ല. അത് സാധാരണ നമ്മൾ കുറച്ച് വായിച്ചിട്ട് ബാക്കി പിന്നെ വായിക്കാമെന്ന് വിചാരിച്ച് നിൽക്കും. പക്ഷെ എനിക്കത് കഴിയുന്നില്ല. കണ്ടിന്യൂ തുടർന്ന് രാത്രി 2-2:30 കൂടിയാണ് അന്ന് ആ വായന അവസാനിച്ചത്. അന്ന് മനസ്സ് വിചാരിച്ചാണ് ഇയാളെ നേരിൽ കാണണമെന്ന്. കണ്ടു. ഇനി നമുക്ക് നോക്കാം എന്റെ പ്രതികാരം. വൈഫ് വായിച്ചില്ല. ഓക്കെ, ഞാൻ മാത്രമേ അന്ന് വായിച്ചുള്ളൂ. പക്ഷെ അന്ന് കഴിഞ്ഞില്ല അന്ന് ശരിക്കും നിർത്താൻ. അങ്ങനെ ഒരുപാട് പേരുണ്ടാവില്ലേ? താങ്ക് യു. ഒരുപാട് പേരുണ്ട്, സംസാരിക്കാറുണ്ട്. അതായത് ഒറ്റ ഇതിൽ തന്നെ വായിച്ചു. ചിലരിങ്ങനെ ലീവ് എടുത്തു, കോളേജിൽ പോയില്ല, എക്സാമിൻ്റെ സമയത്തിരുന്ന് വായിച്ചു എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയും നിങ്ങളുടെ ലൈഫിനെ ഒരിക്കലും ബാധിക്കരുത് എന്ന് പറയും. അപ്പം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് എൻഡ് വരെ പോകാനുള്ള എന്തോ ഒന്ന് ഉണ്ടെന്ന് പറയും. സന്തോഷം അത് കേൾക്കുമ്പോൾ. തീർച്ചയായിട്ടും. കാരണം നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഒക്കെ ഒരു യാത്ര എന്ന് വേണേൽ പറയാം. ചെന്നൈയിലേക്ക് ഫിലിം പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരു യുവാവ്. പക്ഷെ പതിയെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറി വരികയാണ്. പിന്നീട് നമ്മൾ ശരിക്കും അതിനുള്ളിലേക്ക് അങ്ങ് പോവുകയാണ്. അത് എങ്ങനെയാണത് സംഭവിച്ചത് ശരിക്കും? അതെനിക്കറിയില്ല. ഞാനിങ്ങനെ എഴുതി പോകുന്നത് കണക്ക് തന്നെയാണ്. പിന്നെ ഒരിക്കലും ഞാൻ എവിടെയും ലാഗ് കൊണ്ട് വരരുത് എന്ന് വിചാരിച്ചിട്ട് തന്നെ എഴുതുന്നത്. എനിക്ക് എവിടെയെങ്കിലും ഞാനിപ്പോൾ ഇത് എഴുതി കഴിഞ്ഞിട്ട് വായിച്ചു നോക്കും ഓരോ ചാപ്റ്ററും. അപ്പോൾ വായിക്കുന്ന സമയത്ത് ഞാൻ വായിക്കുമ്പോൾ ഒരു വായനക്കാരനായിട്ടാണ് വായിക്കുന്നത്, എൻ്റെ പ്രൊഡക്റ്റ് അല്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ അതിനെ ക്രിട്ടിസൈസ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ലാഗ് കണ്ടു കഴിഞ്ഞാൽ അതവിടെ വെട്ടിച്ചുരുക്കും. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം ആൾക്കാർ പേജ് ടേണറായിട്ട് മുന്നോട്ട് പോകുന്നത്. ശരിക്കും ഇപ്പോൾ ഈ ഒരു പുസ്തകം ഇങ്ങനെയൊരു കഥ എഴുതണമെന്ന് തോന്നാനുള്ളൊരു കാരണം എന്തായിരുന്നു? തോന്നാനായിട്ട് എനിക്ക് ചെന്നൈ അല്ലെങ്കിൽ തമിഴ്നാടിനോട് ഭയങ്കര ക്രേസ് ആയിരുന്നു കുട്ടിക്കാലം തൊട്ട് തന്നെ. അപ്പോൾ എനിക്ക് തമിഴ്നാട് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും എഴുതണമെന്നുണ്ടായിരുന്നു. അപ്പോൾ 2017 സമയത്ത് ഞാൻ ചെന്നൈ ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫ്രണ്ടുമായിട്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ആ നഗരത്തോട് എനിക്ക് ഭയങ്കര ഒരു അടുപ്പം തോന്നി. നമ്മൾ ചില നഗരത്തിനോട് മാത്രമല്ല, ചില ആൾക്കാരോട് നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്കൊരു ഒന്നും പെട്ടെന്ന് തന്നെ നമ്മൾ അറ്റാച്ച്ഡ് ആവും ഇല്ലേ, നമുക്ക് നേരത്തെ പരിചയമുള്ള ഒരു ഫീൽ ചെയ്യുന്ന. അതുപോലെ എനിക്ക് ആ നഗരം കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ട് പോകുന്നെങ്കിൽ പോലും ഞാൻ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. അപ്പോൾ എനിക്ക് ആ നഗരത്തിൽ എന്തൊക്കെയോ എന്നോട് പറയാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ എഴുതാനുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി. 2015 പോകുന്നത്. 2015 പോയിട്ട് ഇത് തിരിച്ചു വരുന്നു. 2017 ഞാൻ കോഴ്സ് ചെയ്യാനായിട്ട് പോകുന്നു. വെറുതെ പോകാൻ പറ്റില്ല വീട്ടിൽ നിന്ന്. ഞാൻ എൻ്റെ പോളിയൊക്കെ കഴിഞ്ഞിട്ട് പോളിടെക്നിക്ക് കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ വീട്ടിൽ എനിക്ക് ചെന്നൈയിൽ ഫിലിം പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് വീട്ടുകാർ സപ്പോർട്ടൊന്നും അല്ലായിരുന്നു, എങ്കിലും ഒരുപാട് ഫോഴ്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് റാം പോകുന്ന കണക്ക് തന്നെ പോയി. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രത്തിന് ഉണ്ടാകുന്ന എക്സ്പീരിയൻസുകൾ എഴുതണമെന്ന് വിചാരിച്ചാൽ പോയത്. പിന്നെ അവിടെ ഒരു പ്രളയം ഉണ്ടായിരുന്നു നമ്മുടെ 2018 കേരളത്തിൽ ഉണ്ടാകുന്നതിന് മുൻപ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ചെന്നൈ ഡയറീസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇതിന് പേരിട്ടിരുന്നത്. അങ്ങനെ എഴുതി പോയിട്ട് എനിക്ക് അത്ര സുഖം തോന്നിയില്ല. എങ്കിലും ഞാൻ പിന്നെ അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ജീവിക്കാൻ കുറേ ബുദ്ധിമുട്ടായിരുന്നു. അതായത് നമ്മൾ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യും,
പിന്നെ നോവൽ എഴുത്ത് തന്നെ മറന്നുപോയി. പിന്നെ സിനിമാ പഠനം, പ്രൊജക്റ്റ് ചെയ്യൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. ഒരു ടൈം എത്തിയപ്പോഴാണ് ഞാൻ ഈ നോവലിനെ പറ്റി ആലോചിച്ചതും എൻ്റെ കൂടെ കുറേ കഥാപാത്രങ്ങൾ എനിക്ക് കുറച്ചെടുത്ത് ഒന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കഥയാക്കാമെന്ന് തോന്നിയപ്പോൾ റാം കെയർ ഓഫ് ആൻഡി ആയത്. അല്ല, ഇതിലിപ്പോൾ താങ്കൾ ഇതിൻ്റെ എന്താ പറയുക, ആമുഖത്തിൽ പറയുന്നുണ്ട്, ഇതിൽ ചിലത് ഇപ്പോഴും പല അമളികളും സംഭവിച്ചു, ചിലത് ഇപ്പോഴും എന്നെ വേട്ടയാടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താണ് വേട്ടയാടുന്ന സംഭവങ്ങൾ? വേട്ടയാടുന്നെന്ന് പറയാനായിട്ട് ഇതിൻ്റെ അകത്ത് വാണിയമ്പാടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോകുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾക്ക്. വായിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെ ഞാനും ഉണ്ട്. ഇതിൻ്റെ അകത്തെന്ന് പറയുന്നത് ഒരു ആങ്ങളെയും പെങ്ങളെയും കൂടെ പോകും, വെട്രീൻ്റെ രശ്മയും കൂടെ പോകുന്നെങ്കിൽ അതിൻ്റെ അകത്ത് ഞാനും പിന്നെ 1-2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് കുറേ പ്രശ്നങ്ങളുണ്ടാവുകയും അന്ന് രാത്രി തന്നെ അതിലുള്ള ആൾക്കാർക്ക് ഭയപ്പെട്ട് അവിടുന്ന് പോകേണ്ടിയും വന്നിട്ടുണ്ട്. അവർ തമ്മിലും ശരിക്കും സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളും ഉള്ളിലേക്ക് പോയപ്പോൾ അവിടെ ഒരു വലിയൊരു ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയാത്ത ഒരു എന്താ പറയുക, ഒരു സംഭവം നടക്കുന്നുണ്ട് അവിടെ. അത് പറയാൻ പറ്റുന്നതാണോ? ഇല്ല, അത് പറയാൻ പറ്റില്ല. വെറുതെ എന്തിനാ അതൊക്കെ കഴിഞ്ഞു പോയില്ല, എന്തിനാ? അല്ല, ഒരു ക്യൂരിയോസിറ്റി. ഈ നോവൽ പറയുന്ന പോലത്തെ സംഭവങ്ങളാണോ അതോ മറ്റ് വേറെ പലത് ഉണ്ടായിട്ടുണ്ട്, അതൊന്നും എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് അത് പ്രശ്നമാവുമല്ലോ. അതെ അതെ. അപ്പൊ അതുകൊണ്ട് അവിടെ ഇങ്ങനെ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും എൻ്റെ കേരളത്തിലുള്ള കൂട്ടുകാർ പോലും ഒരു ദിവസം രാത്രി ഉറങ്ങാതെ പേടിച്ച് അങ്ങനെ എൻ്റെ ഫോണൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്നെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ കൂട്ടുകാരെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ തിരിച്ചു വന്നെങ്കിലും ഞാൻ പോയില്ല. പക്ഷേ കൂടെ ഉണ്ടായിരുന്നവർ പേടിച്ച് അന്ന് തന്നെ ചെന്നൈ വിട്ടു. പിന്നീട് അവർ ചെന്നൈയിലേക്ക് വരാൻ ഭയങ്കര പേടിയായിപ്പോയി. അത്രയ്ക്ക് കുറച്ച് പ്രശ്നമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇപ്പോഴും മിണ്ടുന്നില്ല. ഇതിലൊക്കെ ഉണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ടെങ്കിൽ പോലും അവർ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം എന്നോട് മിണ്ടാറ് പിണങ്ങിപ്പോയി. അപ്പോൾ അതായത് എനിക്ക് കഥ എഴുതാൻ വേണ്ടിയിട്ട് അവരെ ഞാൻ ബലിയാടാക്കി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവമാണ്. അത് തമിഴരാണ്, ഏണ്ടാത്തോല്ല ഏണ്ടാ ഞങ്ങളുടെ ലൈഫ് വെച്ച് വിലയായിട്ട് അന്ന് അതുപോലെ ഇങ്ങനെ പറയും. അപ്പോൾ അന്ന് ശരിക്കും സംസാരം നടന്നായിരുന്നു. അപ്പോൾ അവർക്ക് പേടി, ഇനി ഇവർ വരുമോ, തെരഞ്ഞു വന്ന് നമ്മുടെ ലൈഫിനെ അത് ബാധിക്കുമോ എന്നുള്ള കാര്യങ്ങൾ കൊണ്ട് അവർ തിരിച്ചുപോയി നാട്ടിലേക്ക്. അപ്പോൾ വാണിയമ്പാടിയിൽ നിന്ന് സംഭവിക്കുന്നതൊക്കെ ശരിക്കുള്ളത് തന്നെയാണ്? മൊത്തം അതല്ല, എന്നാലും ഏറെക്കുറെ മനസ്സിലേക്ക് വരുന്ന കഥകൾ അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഏറെക്കുറെ സംഭവിച്ചിട്ടുണ്ട്. അന്ന് ഇതുപോലെ തന്നെ നല്ല അടിയൊക്കെ കിട്ടേണ്ടതായിരുന്നു. ഫോണൊക്കെ പിടിച്ചു വെച്ചു. അങ്ങനെ എൻ്റെ ഫോൺ പൊട്ടിച്ചായിരുന്നു അവർ. എന്നിട്ട് പക്ഷേ അവർ ഡിസ്പ്ലേ മാറ്റി തന്നു, ഡ്യൂപ്ലിക്കേറ്റ് ഡിസ്പ്ലേ ഒക്കെ ഇട്ട് തന്നു. അങ്ങനെ കുറച്ച് ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ രക്ഷപ്പെട്ട? എങ്ങനെയാ? കയ്യും കാലും പിടിച്ചു. അല്ല എന്ത്, അതെ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇതുണ്ടായത് അവരുടെ വിചാരം നമ്മളെന്ത് പോലീസാണല്ലേ, ഷാഡോ ഇതൊക്കെയാണ് വിചാരിച്ചത്. പിന്നെ ഏറ്റവും വലിയ എനിക്ക് ഗുണം ചെയ്തിട്ടുള്ളത്, എനിക്ക് എൻ്റെ ഈ കയ്യിൽ റൈറ്റർ എന്ന് പറഞ്ഞ് ടാറ്റു ചെയ്തിട്ടുണ്ട്. അത് ഗുണം ഉണ്ടായത് അവിടെ വെച്ചിട്ടാണ്. ഈ സാധനം കാണിച്ചു കൊടുത്തപ്പോ റൈറ്ററാന്ന് അവർക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആദ്യം ഇത് ഹിന്ദി പോലെയാ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ ഹിന്ദിയാന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു ഇത് റൈറ്റർ എന്നാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ കാലും കൂടെ പിടിച്ചപ്പോ ഓക്കെ, കാല് പിടിച്ച് കരഞ്ഞ് കാല് പിടിച്ചു. അപ്പോ ഈ കഥകള് ഈ കഥ വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആളുകളാണ് റാം, ആനന്ദി, മല്ലി, വെട്രി, രേഷ്മ, പിന്നെ റൂംമേറ്റ്സ്. നിങ്ങളുടെ കൂടെ ഒരു കാര്യമില്ലാണ്ട് വരുന്ന 2 എന്തിനാടാ ഞങ്ങൾക്ക് പണി തരാൻ വേണ്ടി വരുന്നതൊക്കെ പറയുന്ന ആളുകൾ. ശരിക്കും ഇവരെയൊക്കെ എവിടുന്നാണ് ഈ നോവലിലേക്ക് കൂടെ കൂട്ടിയത്? ഇത് ബിനീഷേട്ടൻ എന്ന് പറയുന്ന അനീഷേട്ടനാണ്. അതിൻ്റെ അകത്ത് എൻ്റെ കൂട്ടുകാരൻ്റെ ചേട്ടൻ, അത് പറയുന്ന പോലെ തന്നെ പുള്ളിയുടെ ഫ്ലാറ്റിലായിരുന്നു ഞാൻ. അവിടെ കൂടെ ഉണ്ടായിരുന്നത് ഇതുപോലെ കിരൺ നല്ല പേര്, ഇതുപോലെ തന്നെ ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെ പോയിരിക്കും, ബാൽക്കണിയൊക്കെ നോക്കി, അടുത്ത ഫ്ലാറ്റൊക്കെ നോക്കി. അപ്പം ഇവൻ്റെ തോട്ട്സ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ അത് പറയുന്ന പോലെ തന്നെ. അപ്പം അങ്ങനെ അതിൽ നിന്നിട്ടാണ് ഇതുവരെ രണ്ടും വരുന്നത്. പിന്നീട് അതിനുശേഷം പിന്നെ കാറ്ററിങ്ങിൻ്റെ കാര്യം, അതൊക്കെ പിന്നെ റിയൽ ലൈഫിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. പാർട്ടി അവിടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, പക്ഷെ പൂർണ്ണമായിട്ട് ആ പാർട്ടിയല്ല. ഞാൻ കണ്ടിട്ടുള്ള പല പ്രായമുള്ള പാർട്ടിമാരുടെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മുടെ പാർട്ടി, കൊലഞ്ചി അമ്മാൾ എന്ന് പറഞ്ഞ പാർട്ടി. ആനന്ദിയെ കണ്ടിട്ടുണ്ടായിരുന്നു? ഇല്ല, അതൊരു ഫിക്ഷനാണ്. പക്ഷെ അതുപോലെ ഇന്ത്യയിൽ വന്നിട്ടുള്ള, ഞാൻ ട്വിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങൾ അവിടെ ഉണ്ട്, അങ്ങനെയുള്ള റിയൽ ആയിട്ട് ജീവിക്കുന്നവർ. അപ്പോൾ അവരിൽ നിന്നിട്ട് കുറേ ഡേറ്റാസ് കളക്ട് ചെയ്യും, ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. അപ്പോൾ അവരുടെ കുറേ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇത് ഒരു നല്ലൊരു സംഭവമാണെന്ന് തോന്നി. അങ്ങനെയാണ് ആനന്ദിയിലേക്ക് എത്തുന്നത്. ഞാൻ ചോദിക്കാൻ കാരണം, വാഗമരച്ചോട്ടിൽ ആനന്ദിയുടെ കൂടെ റാം പോയ പോലെ പോയിട്ടുണ്ടോ? ഇല്ല, അങ്ങനൊന്നും ഇല്ല. അതൊക്കെ കംപ്ലീറ്റ്ലി ഫിക്ഷൻ ആണ്. അതെ, ഒരു 50-50 അത്രേ ഉള്ളൂ.
അല്ല, അപ്പൊ അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫിൽ ഒരു അനന്തിയല്ല ഒരാൾ വേണ്ടേ? ഇല്ല അങ്ങനെ ഞാനങ്ങനെ വെറുതെ എന്തിനാ അങ്ങനെ പറയുന്നില്ല. പറയില്ല. ഓക്കെ, നമുക്ക് വരികയാണ്. ഇപ്പോൾ ദുബായിലാണ് ഉള്ളത്. ദുബായിലേക്ക് എത്തിയ സമയത്ത് ശരിക്കും ദുബായ് എങ്ങനെയുണ്ട് വന്നിട്ട്? UAE എങ്ങനെയുണ്ട്? UAE ഞാൻ ഇതിനു മുൻപ് ഒരു തവണ വന്നിട്ടുള്ളൂ. UAEയുടെ കഥ പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യമേ ജോലി ഇവിടെ 2017 സമയത്ത് എനിക്കിവിടെ ജോലിയായി. അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് പോരാനായിട്ട് അച്ഛൻ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാസ്പോർട്ടൊക്കെ എടുപ്പിച്ചു. പാസ്പോർട്ട് ഞാൻ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചു. എന്നിട്ട് എനിക്ക് സിനിമ, റൈറ്റിംഗ് അതൊക്കെയാണ് എൻ്റെ പാഷൻ. അങ്ങനെ അപ്പം അന്ന് അച്ഛൻ ഒഴിഞ്ഞു വിട്ടയച്ചു, ഇനി നിന്നെ ഞാൻ നോക്കുന്നില്ല. എന്നിട്ട് ജോലി എല്ലാ കാര്യങ്ങളും ഒക്കെ ഇതായതാ. അപ്പം ഞാൻ ദുബായിൽ അങ്ങനെ വരുമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നീട് ഞാൻ ചെന്നൈയിൽ ഈ കഥ എഴുതാനായിട്ട് പോയി 2 വർഷം നിന്നു. അത് കഴിഞ്ഞ് 2018 ജോയിൻ ചെയ്യുന്നു, മൂവി ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് ആ പാസ്പോർട്ട് പിന്നീട് ഞാൻ എടുത്ത് ഈ ഇത് ചെയ്യണ്ടേ, സീൽ ചെയ്യുന്നത് ആദ്യമായിട്ട് ദുബായിലേക്ക് തന്നെയാണ്. പക്ഷേ അത് എൻ്റെ ഡ്രീം ഫുൾഫിൽ ചെയ്ത് എൻ്റെ ഒരു മൂവി ഹിറ്റായി 200 കോടി ക്ലബ്ബിൽ കയറി ആ ഒരു ആഘോഷത്തിന് വന്നതാണ്. ഇപ്പം രണ്ടാമത് വന്നത് എൻ്റെ ബുക്ക് ഇപ്പം 2.5 ലക്ഷം കോപ്പികൾ രണ്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എനിക്ക്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ ദുബായിലൊക്കെ ഇങ്ങനെ വരും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഞാൻ ഇങ്ങനെ എന്തെങ്കിലും, ഞാൻ മെക്കാനിക്കലാണ് പഠിച്ചത്, വർക്കറായിട്ട് തന്നെ ഞാൻ ഇവിടെ വരുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വേറൊരു രാജ്യത്ത് പോവുകയാണെങ്കിൽ തന്നെ നേപ്പാളിൽ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഈ ഒരു രാജ്യത്തെ വരത്തുള്ളൂ, ഇനി വേറെ പോയില്ല. എത്ര രാജ്യങ്ങൾ പോകാൻ കിടക്കുന്നു. അങ്ങനെയില്ല, സന്തോഷം. എന്തായാലും വരുമല്ലോ, ഇനി ഒരുപാട് പുസ്തകമേളകൾ എന്തായാലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. താങ്ക് യു. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വർക്ക്ഷോപ്പിന്റെ കാര്യം പറഞ്ഞു. വർക്ക്ഷോപ്പിലുള്ള ഒരു ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്തൊക്കെ ജോലികളാണ് ചെയ്തിട്ടുള്ളത്? അവിടെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ആയിരുന്നു. അപ്പം നമ്മൾ അവിടെ ട്രെയിനി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ പണിയും ചെയ്യണം. പോളിയാണ് പഠിച്ചത് ഞാൻ. എഞ്ചിനീയറിംഗ് 4 ഇയർ അല്ല 3 ഇയർ പോളിടെക്നിക്കാണ് പഠിച്ചത്. അപ്പം നമ്മൾ വർക്കറായിട്ടായിരിക്കും അവിടെ. അപ്പം നമ്മൾ ഇപ്പോൾ ടയർ മാറ്റുന്ന പണി തൊട്ട് അവിടെ എന്തൊക്കെ പണികൾ ചെയ്യണോ, ഓയിൽ മാറ്റുന്നത്, ഇപ്പോൾ എഞ്ചിൻ്റെ എന്തെങ്കിലും പണികളൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മളിങ്ങനെ സ്പാനർ പിടിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഇവിടെ ഒരു നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് തെന്നിപ്പോകും എപ്പോഴായാലും. അപ്പം എപ്പോഴും ഇവിടെ ഒരു മുറിവ് എപ്പോഴും ഉണ്ടാവും. ഞാനീ പഠിക്കുന്നതുകൊണ്ട് അത് നല്ല എക്സ്പേർട്ടുകൾക്ക് ചിലപ്പോൾ ഉണ്ടായില്ലായിരിക്കും. അപ്പോൾ എനിക്ക് എപ്പോഴും വേദന എടുക്കും. അപ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിലെ വേദന, ഞാൻ ചെയ്യേണ്ട ജോലി ഇതല്ല. അതായത് ആരൊക്കെയോ പറഞ്ഞിട്ട് ഞാൻ പഠിച്ചൊരു കോഴ്സാണത്, ഞാനിതല്ലല്ലോ, ഞാൻ എൻ്റെ ഇത് റൈറ്റിംഗ് ആണല്ലോ എന്നൊക്കെ ഒരു ആ സമയത്ത് തോന്നി. 1.5 വർഷം നിന്നിട്ട് ഞാൻ കടിച്ചു പിടിച്ച് നിന്നു. അതായത് രാവിലെ 8 മണിക്ക് ജോലിക്ക് കയറണം. ചില സമയം വണ്ടികൾ കൂടുതലാണെങ്കിൽ രാത്രി 8-9 മണിയാകും ഇറങ്ങുമ്പോൾ. അപ്പം ഗ്രീസൊക്കെ ആയിട്ട് ഫുള്ള് വീട്ടിൽ വരും. ഫുള്ള് ഒരു ഓയിലിൻ്റെ മണമാണ് എൻ്റെ ലൈഫിന്. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കും, എനിക്ക് അപ്പോൾ എനിക്ക് 20-21 വയസ്സ് ആ ഒരു ടൈമാണ് പാസ് ഔട്ട് ആകുന്നത്. ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. അങ്ങനെ ആലപ്പുഴ തന്നെ വർക്ക് ചെയ്തു 1.5 വർഷം. എന്നിട്ട് പിന്നെ ഒരു എത്തിയപ്പോൾ എനിക്ക് ആ ഒരു കംഫർട്ട് സോണാണ്. പൈസ കിട്ടും, പക്ഷേ എനിക്കത് ബ്രേക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാനത് ബ്രേക്ക് ചെയ്ത് ചെന്നൈയിലേക്ക് പോകുമായിരുന്നു. എത്ര സാലറി ഒന്നുണ്ടായിരുന്നു അന്ന്? ട്രെയിനി ആയിരുന്ന സമയത്ത് ഏകദേശം ഒരു 5000 രൂപ ആ ഒരു ഇതിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കൂടി പോവുമായിരുന്നു. ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എങ്കിലും അത്രയും എനിക്ക് എത്ര പൈസ കിട്ടിയാലും നമ്മൾ ഇഷ്ടമില്ലാത്തൊരു തൊഴിൽ ചെയ്യുമ്പോൾ, ഇപ്പം ഇയാൾ ഈ ഒരു ജോലി ചെയ്യുന്ന അത്രയും പാഷൻ ഉള്ളത് കൊണ്ടും അതിൽ നിന്ന് കിട്ടുന്നത് ചിലപ്പോൾ കുറഞ്ഞ പൈസ ആയിരിക്കാം, പക്ഷെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, സന്തോഷമാണ്. എനിക്ക് ഈ ബുക്ക് എഴുതുമ്പോഴും ഇത്രയും കോപ്പി പോകുമെന്നൊന്നും അറിയില്ല. ഞാനപ്പോൾ എനിക്ക് ബോധിപ്പിക്കേണ്ടത് എൻ്റെ അമ്മയാണ്, അല്ലെങ്കിൽ അച്ഛനെയാണ്, വീട്ടുകാരെയാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, ഇവൻ എങ്ങനെ ജീവിക്കും ഇനി ഫ്യൂച്ചറിൽ, ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നു, വട്ടാണോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അതുകൊണ്ടാണ് എതിർത്തുകൊണ്ടിരുന്നത്, ഇതിനൊക്കെ എതിരായിട്ട്. അച്ഛൻ ഞാൻ എഴുതുന്നതൊക്കെ കത്തിച്ച് കളയുകയൊക്കെ ചെയ്യുമായിരുന്നു അന്ന്. അപ്പോൾ പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ നമുക്ക് അത്യാവശ്യം കഞ്ഞി കുടിക്കാം എന്നുള്ളൊരു ഇതാണെങ്കിലും ഞാൻ ഓക്കെ ആണെന്ന് മനസ്സിലായപ്പോൾ അവർ പിന്നെ ആ വഴിക്ക് വിട്ടു. ഇപ്പൊ പക്ഷെ കുഴപ്പമില്ല, ഓക്കെ ആയിട്ട് പോകുന്നു. പണിക്ക് പോകണ്ടെന്ന് ചോദിക്കുന്നുണ്ടോ? പണിക്ക് അങ്ങനെയല്ല, ഞാൻ നടന്നാ മതി, വല്ല പണിക്ക് പോകണ്ടേ? അല്ല, അത് ഫാമിലിയിലൊക്കെ ചിലർ വന്നിട്ടേ ഇങ്ങനെ ചോദിക്കും, മോനെ എവിടെയാ വർക്ക് ചെയ്യുന്നത്? അപ്പൊ ഞാൻ പറയും ഞാൻ ഇങ്ങനെ, നീ എന്തൊക്കെയോ പഠിച്ചതല്ലേ? ഞാൻ പറയാതെ നാണം ഇല്ലടാ നിനക്ക് ഇങ്ങനെയൊക്കെ. അതെ, ഇത്തിരി പ്രായമുള്ള ആൾക്കാരൊക്കെ ചോദിക്കും. അപ്പൊ പക്ഷെ ഇപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ ഇത് ചെയ്തിരുന്ന അച്ഛനായിരുന്നു, ഇങ്ങനെ എഴുതരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ ഏറ്റവും കൂടുതൽ പറയുന്നത് അച്ഛനാ. അവൻ എഴുതിയ എന്താ, അവൻ ജീവിക്കുന്നുണ്ടല്ലോ നന്നായിട്ട്, കുഴപ്പമില്ല, എഴുത്തുകാർക്ക് ഇവിടെ ജീവിക്കണ്ടേ എന്നിട്ട്. അപ്പൊ ആ ഒരു മാറ്റം ഇല്ലേ, അതെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ഛൻ ഹാപ്പിയായി. അച്ഛൻ ഭയങ്കര ഇപ്പൊ എന്റെ മോനാണെന്നും പറഞ്ഞിട്ട് പ്രൗഡായിട്ട് പറയുമ്പോൾ. പക്ഷെ അച്ഛൻ ഒരു അടിപൊളി മനുഷ്യനാണ് കേട്ടോ. എന്താന്ന് പറയട്ടെ, ഞാനിപ്പം അച്ഛൻ പെട്രോൾ പമ്പിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പൊ അച്ഛൻ ഇത്രയും വർഷം പെട്രോൾ പമ്പിലായിരുന്നല്ലേ? അച്ഛൻ പല ജോലികൾ കൂലിപ്പണിയൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്. ഞാൻ ഒരിക്കലും ഒരു ഭയങ്കര ഒരു നല്ല ഫാമിലിയിൽ നിന്നൊന്നും, മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അത് ലോ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ്. എക്കണോമിക്കലി അതെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് സ്വപ്നങ്ങൾ കാണുന്നതിന്. അപ്പോൾ അതുമൊക്കെ അവർക്കൊരു പേടിയാണ്. അപ്പം ഞാൻ എൻ്റെ പഠിത്തമെല്ലാം അതിൽ സേഫ് ആക്കിയിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ അതില്ലെങ്കിൽ ഞാൻ
ഇഷ്ടമില്ലെങ്കിൽ ഞാൻ അതിൽ കയറാമല്ലോ എന്നുള്ളൊരിതിൽ. അപ്പോൾ അച്ഛൻ ആ ഒരു സമയത്താണെങ്കിലും ഒരുപാട് കഷ്ടപ്പെടുമായിരുന്നു അച്ഛൻ നമുക്ക് വേണ്ടി. അച്ഛനും അമ്മയും കഷ്ടപ്പെടുമായിരുന്നു. അമ്മ ജോലിക്ക് പോയിരുന്നു അല്ലേ? അമ്മ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകുമായിരുന്നു, ഇങ്ങനെ ബേക്കറി അത് ഇതൊക്കെ ആയിട്ട് പോകുമായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേജ് ഇപ്പം അച്ഛന് സത്യത്തെ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ അച്ഛന് പെട്രോൾ പമ്പിൽ അച്ഛന് ഹാർട്ടിന് സർജറി കഴിഞ്ഞപ്പോൾ അവിടെ സ്മെല്ല് കാര്യങ്ങളായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ച് നാൾ അച്ഛൻ വീട്ടിൽ ഇരുന്നു, 1 വർഷം. പക്ഷേ അച്ഛൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിപ്പോയി. ഡെയിലി ഇത്രയും ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, പെട്രോൾ പമ്പിൽ എത്രയോ ആൾക്കാർ വരും. അപ്പോൾ അച്ഛൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ലോട്ടറി വിൽക്കാൻ പോവാം. അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, അച്ഛനെ ലോട്ടറി വിൽക്കാൻ വിടത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇത് നേരിട്ട് കണ്ടു. അച്ഛൻ വീട്ടിൽ ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുക. അപ്പോൾ എനിക്ക് മനസ്സിലായി ആള് ഏജ്ഡ് ആയെന്ന് സ്വയം തോന്നുക. നമ്മൾ അച്ഛന് ഇഷ്ടമുള്ള ചെയ്തോളാൻ പറഞ്ഞു. ഇപ്പൊ ഈ മൊമെന്റിൽ അച്ഛൻ ഇപ്പൊ ലോട്ടറി വിൽക്കുകയാണ്. ആലപ്പുഴ പാതിരപ്പള്ളിയിൽ ജംഗ്ഷനിൽ ചെന്നിട്ടുണ്ട്, ലോട്ടറി വിൽക്കുകയാണ്. അച്ഛനക്ക് ചെന്നിട്ട് ചോദിക്കും ആൾക്കാർ എന്തിനാ മകന് അത്യാവശ്യം പൈസ തരത്തില്ല. അപ്പോൾ അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങത്തില്ല. അച്ഛൻ പറയുന്നത് എനിക്ക് ജോലിയെടുക്കാൻ ആരോഗ്യമുള്ള കാലത്രയും ഞാൻ ജോലി എടുക്കും, അതെന്താണെങ്കിലും ഞാൻ ചെയ്യുമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അച്ഛനോട് ഭയങ്കര റെസ്പെക്റ്റാണ്. അച്ഛനെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ബുക്കൊക്കെ ഞാൻ ബസ് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൊണ്ടുവന്നാണ് വിറ്റത്. അത് കേട്ടിട്ടുണ്ട് ഒരുപാട്. കൊറോണ സമയത്തൊക്കെ ബൈക്കിലൊക്കെ കിലോമീറ്ററുകളോളം പോയിട്ടുണ്ട് അല്ലേ, കൊണ്ടുവയ്ക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു ഹാർഡ് വർക്കാണ് ഞാൻ കണ്ട് പലയിടത്തും ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പം ആദ്യകാലത്ത് ചിലപ്പോൾ അച്ഛൻ അത്രയും ചലഞ്ച് ചെയ്ത് എൻ്റെ ബുക്കുകളൊക്കെ അങ്ങനെ നശിപ്പിച്ചത് കൊണ്ടായിരിക്കാം അച്ഛനോടുള്ള ഒരു ചലഞ്ചിങ്, എനിക്കിത് ജയിച്ച് കാണിക്കണം, അതും അച്ഛന് തന്നെയാണ് ആ ഒരു ക്രെഡിറ്റ്. അങ്ങനെ ഒരാൾ നമ്മളെ വീട്ടിൽ അങ്ങനെ ഓപ്പോസ് ചെയ്യാനായിട്ട് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മളെ സേഫ് ഇങ്ങനെ ആക്കിക്കൊണ്ട് നീ എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ എനിക്ക് ഇത്ര ഒരു ത്വര വരില്ലായിരുന്നു. മുന്നേറണം എന്നുള്ള ഒരു ഉള്ളിലുള്ള ഒരു ഉള്ളിലുള്ള തീ. അതെ, ഞാൻ ആ ഒരു ദേഷ്യത്തിന്റെ പുറത്താണ് കയ്യിൽ പോയി ടാറ്റൂവും ചെയ്തത്, റൈറ്റർ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആവൂന്നും പറഞ്ഞിട്ട് ഞാൻ ടാറ്റു ചെയ്ത് അച്ഛനെ കൊണ്ട് കാണിച്ചു, ഞാൻ ആവൂന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴെങ്കിലും എനിക്ക് പിന്നിലേക്ക് പോകണമെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ഇത് നോക്കും. എന്നിട്ട് എവിടെ ചെന്നാലും നമ്മൾ ഹാഫ് കൈ ഷർട്ട് ഇടുന്ന സമയത്ത് ഇത് ചോദിക്കും എന്താണ് സംഭവം എന്ന്. അപ്പം ആൾക്കാർ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും ഒരു ത്വര ഉണ്ടാവുമല്ലോ. അപ്പം അതിനുവേണ്ടിയെല്ലാം ഞാൻ എന്നെ തന്നെ ബൂസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എഴുത്തുകാരനായി പിന്നെ ഇപ്പോൾ ഒരുപാട് ക്യാഷ് കിട്ടുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പം ഞാനിടുന്ന വസ്ത്രമാണെങ്കിലും എന്താണെങ്കിലും അത് എൻ്റെ അക്ഷരങ്ങളിലൂടെ കിട്ടുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇപ്പോൾ കുറച്ച് സ്ഥലം വാങ്ങി അവിടെ ഒരു വീട് പണി നടക്കുന്നുണ്ട്, അത് എഴുത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ അവിടെ ആ സ്ഥലത്ത് പോയി നിൽക്കുമ്പോഴും ആ വീട് പണി കാണുമ്പോഴും അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടിയാണെങ്കിലും ഒക്കെ ഇതിൻ്റെ അകത്തൊക്കെ ഞാൻ ഫീൽ ചെയ്യുന്നത് ആ ഒരു അക്ഷരങ്ങളാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം കുഴപ്പമില്ലാതെ ജീവിക്കുന്നുണ്ട്. അല്ല, അഖിൽ നേരത്തെ പറഞ്ഞു എനിക്ക് സ്വപ്നം കാണാൻ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ത് തോന്നുന്നു? സ്വപ്നം കാണാൻ ലിമിറ്റേഷൻസ് ഉണ്ടോ? നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ടോ? അത് ഒരുപാട് പേർക്ക് പ്രചോദനമാകും എന്തായാലും അഖിലിന്റെ ഉത്തരം. ഇല്ല, ഒരിക്കലും ലിമിറ്റേഷൻസ് ഇല്ല. ഞാൻ അങ്ങനെ ഒരാൾ ഇപ്പം ഞാൻ പറയട്ടെ, എൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാരനാണ്, ഞാൻ ഇത്രയും ലിമിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് എൻ്റെ ഫാമിലിയിൽ ഒരാൾക്ക് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് പോലും ഇല്ലായിരുന്നു. ഓക്കെ, എൻ്റെ ഫാമിലിയിൽ ആരെങ്കിലും കലാകാരന്മാരില്ലായിരുന്നു. പക്ഷേ എനിക്കെങ്ങനെ ഇത് കിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവരും എനിക്ക് ചോദിക്കും ഫാമിലിയിൽ ആരെങ്കിലും അച്ഛനോ അമ്മയോ എന്തെങ്കിലും പാട്ട് പാടുക അല്ലെങ്കിൽ എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നോ? അപ്പോൾ ഞാൻ പറയും ഇല്ല, ആർക്കും അങ്ങനെ ഇല്ല. അപ്പൂപ്പനോ അമ്മ ഇല്ല, പറഞ്ഞാൽ ആർക്കും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു പൊതുബോധമുണ്ട് അങ്ങനെ ഒരു ഇതുണ്ടെന്ന്. പക്ഷെ ഞാൻ ആഗ്രഹിച്ചു, അപ്പം എനിക്ക് ആരെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നില്ല ഞാൻ ഇതിലേക്ക് വരാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ അച്ഛന് ഇത്രയും ഒരു സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ എനിക്ക് വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ ചിന്തിച്ച് ഞാൻ നിന്നിരുന്നെങ്കിൽ ഞാൻ ഇതായി പോയേനെ. പക്ഷേ അതിൽ നിന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക. നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, ഉറങ്ങാതെ കാണുന്നതാണ് സ്വപ്നം. ഞാൻ പണ്ടും വിശ്വസിക്കാമെന്ന് എനിക്കറിയില്ല, ഞാൻ ഇത് വീഡിയോസൊക്കെ കാണത്തില്ലേ ഇതിലൊക്കെ വന്നിട്ടിരിക്കുന്നതൊക്കെ, അപ്പോഴൊക്കെ ഞാൻ അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്തെങ്കിലും എനിക്കിങ്ങനെ ഒരു ഇത് പറ്റുമോ. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ യെസ്, പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരൻ പാട്ട് പാടും നന്നായിട്ട്. അപ്പോൾ പുള്ളിയുടെ പത്രത്തിലൊരു ഫോട്ടോ വന്നപ്പോൾ കൂടെ ഇരുന്ന എൻ്റെ ഒരു കസിൻ ചേച്ചി ഇങ്ങനെ ചോദിച്ചു, നീയൊക്കെ ചുമ്മാ ജീവിക്കുന്ന കണ്ടില്ല പിള്ളേർ പത്രത്തിൽ ഫോട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ അന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു എന്തെങ്കിലും പത്രത്തിൽ ഫോട്ടോ വരണമെന്ന്. ആദ്യമായിട്ട് മാതൃഭൂമിയിൽ എൻ്റെ ഒരു ഫോട്ടോ വന്നപ്പോൾ ഞാൻ അത്രയ്ക്ക് സന്തോഷമായിരുന്നു എനിക്ക്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഒരാൾ സാധാരണ ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഡ്രീം ചെയ്ത് അതിനുവേണ്ടി കുറച്ച് ഹാർഡ് വർക്ക് ആണ്. ഡ്രീം ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അച്ചീവ് ചെയ്യും. എൻ്റെ ഒരു അനുഭവത്തിൽ ഇപ്പോൾ ആളുകൾ കാത്തിരിക്കുകയാണ് ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, ഇല്ലേ? ശരിക്കും അത് പുറത്തൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ എക്സ്പീരിയൻസുകളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവാറുണ്ട്. ഇപ്പം എന്താന്ന് പറഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസൊക്കെ ഇടുന്നതുകൊണ്ട് തിരിച്ചറിയാം ആൾക്കാർ.
അപ്പോൾ മുമ്പാണെങ്കിൽ ഇപ്പോൾ റൈറ്റേഴ്സ് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലായിരിക്കും, ഞാനും നല്ല ആക്റ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ചെല്ലുകയാണെങ്കിൽ തിരിച്ചറിയപ്പെടുകയും, പക്ഷേ പഴയ അലമ്പൊന്നും നടക്കത്തില്ല, വായുന്നോട്ട് നടക്കത്തില്ല, അലമ്പ് നടക്കത്തില്ല. അത് നമ്മളിങ്ങനെ 360 നോക്കിക്കൊണ്ടിരിക്കും, ആരെങ്കിലും നമ്മളെ നോക്കുന്നുണ്ടോ. ചിലർ മിണ്ടത്തില്ല, ചിലർ ഇത് കഴിഞ്ഞിട്ട് രാത്രി ആവുമ്പോൾ മെസ്സേജ് ഞാൻ ഇന്നടുത്ത് വെച്ച് കണ്ടായിരുന്നു കേട്ടോ, മിണ്ടാനൊരു ഇതായിരിക്കും, ജാടയാണോ അത് ഇതൊക്കെ വിചാരിച്ചിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഓ ദേ ആർ വാച്ചിങ്, ചില കണ്ണുകൾ നോക്കി നിൽക്കുന്നുണ്ട്. അതെ അതെ. അതുപോലെ തന്നെ ചില എക്സ്പീരിയൻസ് പറഞ്ഞിരുന്നു, 1-2 ആളുകൾ പിന്നെ കമന്റ് ചോദിച്ചിട്ട് വന്ന് മരിച്ചുപോയി എന്നുള്ള സംഭവങ്ങളൊക്കെ. ഇതൊരു ക്യാൻസർ പേഷ്യൻ്റ് എന്തൊരു സംഭവം, എന്താണ് ശരിക്കും ഉണ്ടായത്? അതായത് ബുക്ക് അതല്ലേ കമന്റ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇല്ല, അതിൻ്റെ അകത്ത് യൂട്യൂബിൽ ഒരു കുട്ടി, മേഘ എന്ന് തോന്നുന്നു പേര്, പുള്ളിക്കാരി വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. അതായത് ഞാൻ ഈ വീഡിയോ കാണുന്നത് ഇന്നലെ രാത്രിയാണ്, ഇവിടെ ദുബായിൽ വന്നിട്ടാണ് കാണുന്നത്. ഒരു പയ്യൻ കുറച്ച് ദിവസമായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇന്നലെ ഞാൻ അതിരുന്ന് വായിച്ചപ്പോൾ ഇതുപോലെ കണ്ടു. അപ്പം ഞാൻ ആ കുട്ടിയുടെ ലിങ്കിൽ കയറി നോക്കിയപ്പോൾ ആ കുട്ടി ബുക്കൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പം കുട്ടി അത്യാവശ്യം ബുക്ക് വായിക്കുന്നതും പിന്നെ ഈ ബുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുമാണ്. ഞാൻ അറ്റ്ലീസ്റ്റ് അവിടെ ഒരു കമൻറ്റ് ഇട്ടിരുന്ന പുള്ളിക്കാരി ഭയങ്കര സന്തോഷമാകുമെന്ന് വിചാരിച്ചു. ഞാൻ അതിൽ കയറി കമൻറ്റ് ഇട്ടു. അതായത് പുള്ളിക്കാരി ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്, പുള്ളിക്കാരി ഭയങ്കര ഫിസിക്കലി ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ്, ഡിമ്മായിട്ടിരിക്കുകയാണ്. ഞാൻ ഗെറ്റ് വെൽ സൂൺ എന്ന് പറഞ്ഞിട്ടു. പക്ഷെ ഞാൻ അതിൻ്റെ തൊട്ട് താഴെയുള്ള കമൻറ്റ്സ് നോക്കിയപ്പോൾ ഓൾറെഡി പുള്ളിക്കാരി ഇപ്പോൾ 2 ആഴ്ച മുന്നേ മരിച്ചുപോയി. അപ്പോൾ അതിന് മുൻപായിരുന്നു ഞാൻ ഒരു കമൻറ്റ് ഇട്ടിരുന്നെങ്കിലെന്ന് ഭയങ്കരമായിട്ട് എനിക്കൊരു റിഗ്രറ്റ് ചെയ്തു. ഞാൻ ഭയങ്കര ഇന്നലെ രാത്രി ഭയങ്കര സങ്കടമായി അത് ഓർത്തപ്പോൾ. അതായത് എവിടെയോ ഇരിക്കുന്ന ഒരു കുട്ടി, അത് ആ കുട്ടി വേറൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, വേറൊരു കുട്ടിയായിട്ടിരുന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്തിരിക്കുന്ന ആരെയാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ എടുത്തപ്പോൾ ആദ്യമേ കിടക്കുന്ന എൻ്റെ പേര് അഖിൽ പി ധർമ്മജൻ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് എൻ്റെ ഫേവറേറ്റ് റൈറ്ററാണ് അഖിൽ പി ധർമ്മജൻ, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ അതിന് ഞാൻ ഒരു കമൻറ്റ് ഇട്ടായിരുന്നു, പക്ഷേ ലേറ്റായിപ്പോയി. അതിൻ്റെ ഒരു സങ്കടം ഉണ്ട്. ഓക്കെ, നമുക്ക് സങ്കടങ്ങളിൽ നിന്ന് വിടാം, സിനിമയിലേക്ക് വരാം. അപ്പോൾ 2018 എന്നുള്ളൊരു സക്സസ്ഫുൾ സിനിമ, മലയാളികൾ നെഞ്ചേറ്റിയ ഒരു സിനിമ, മലയാളികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സിനിമ. രണ്ടാമത് കിടക്കുന്നത് ഏതൊരു പടത്തിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ദുബായിലേക്ക് വണ്ടി കയറിയതെന്ന് പറഞ്ഞു. എന്താണ് സിനിമ, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ? അത് ശ്യാം എന്ന് പറഞ്ഞ ഒരാൾ ഡയറക്റ്റ് ചെയ്യുന്ന പുതിയൊരു ഡയറക്ടറാണ്. അപ്പം ഒരു ഹൊറർ പടമാണ്, ഒരു കാടുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹൊറർ പടമാണ്. വരും വൈകാതെ. ഞാൻ അതിൻ്റെ പേരും കാര്യങ്ങളും ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നില്ല. എന്നൊരു ഡയറക്ടറുണ്ട്, അതിൻ്റെ ആൾക്കാരുണ്ട്, പ്രൊഡക്ഷനുണ്ട്. അപ്പോൾ വൈകാതെ തന്നെ എൻ്റെ അടുത്ത 2ാമത്തെ മൂവി അതായിരിക്കും. നമ്മുടെ ഒരു കിടിലൻ ഒരു ഹൊറർ എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ തരാൻ പറ്റുമെന്നുള്ള ഒരു ഇത് തരികയാണ്, ഉറപ്പ് ഞാൻ തരികയാണ്. അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ എത്ര സമയം എടുത്തിട്ട് എഴുതിയത്? അത് ഏകദേശം 1 ഇയർ അടുത്ത് ട്രിവാൻഡ്രത്ത് നിന്നിട്ടാണ് എഴുതിയത്. എൻ്റെ സ്ഥലം ആലപ്പുഴയാണ്. അപ്പോൾ അവിടെ പോയി നിന്നിട്ട് ആ സമയത്തും ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. യെസ്, അതാ പറയാം. അതായത് എന്നെ പാമ്പ് കടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എഴുതുന്നതിന് ഇന്റർവെൽ സമയത്ത് ട്രിവാൻഡ്രത്ത് പ്രളയം ഉണ്ടായി. ആ പ്രളയത്തിൽ ഞങ്ങൾ താമസിച്ചിരുന്ന വീടൊക്കെ മുങ്ങിപ്പോയി. അപ്പൊ ഞാൻ കുറച്ച് ശാന്തമായ അന്തരീക്ഷം വേണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഒരു കായലിന്റെ സൈഡിലാണ് കൊണ്ട് താമസിപ്പിച്ചത്, വെള്ളായണി. അപ്പൊ ഞാൻ പറഞ്ഞ ആലപ്പുഴ കിടക്കുന്ന എനിക്ക് എന്തിനാണ് കായലെന്ന് ഞാൻ ചോദിച്ചു. എങ്കിലും ഞാൻ അവിടെ താമസിച്ചു. അപ്പം ഈ സമയത്ത് വെള്ളം കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പുലർച്ചെ സമയമാണ്. നമ്മൾ ഒരു നായ്ക്കുട്ടി അവിടെ വന്ന് കയറിയിട്ടുണ്ടായിരുന്നു തലേദിവസം പ്രളയത്തിന് മുമ്പ്. അപ്പോൾ ഈ പട്ടി ഇങ്ങനെ വെള്ളം ഉയർന്നു വരുമ്പോൾ അകത്തേക്ക് കയറി നമ്മൾ നിർത്തി. അപ്പം നമ്മളൊക്കെ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ ഇത് അവിടെ കിടന്ന് ചത്തുപോലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ, നല്ല വെള്ളപ്പൊക്കം ഉണ്ട്, അരപ്പൊക്കം വെള്ളമുണ്ട്, 1.5 കിലോമീറ്റർ അകലെയാണ് കര. അപ്പം ഞാൻ ഇതിനെയും ഒക്കത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഫോണൊന്നും എടുത്തിട്ടില്ല, ഞാനിങ്ങനെ പോവുകയാണ്. നടന്നു പോയി പട്ടിയെ കൊണ്ട് അവിടെ ഒരു രാവിലെ ഒരു 6 മണി, ഒരു പുലർച്ചെയാണ്. രാത്രി തൊട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മുങ്ങൂന്ന് മനസ്സിലായി. അങ്ങനെ നമ്മൾ പോയി കൊണ്ടുവിട്ടിട്ട് ഇതിപ്പോൾ ഈ കഴിഞ്ഞ ഒക്ടോബർ 2023 ഒക്ടോബറിൽ നടന്ന 15-ാം തീയതി, മറക്കത്തില്ല. അപ്പം ഞാൻ അതിനെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞാനൊരു പാമ്പിനെ ചവിട്ടി, മൂർഖൻ പാമ്പ്. അപ്പോൾ ഇത് ചവിട്ടിയപ്പോൾ എൻ്റെ ഇത്ര വലിയ ശരീരമല്ല, അപ്പോൾ അവന് ദേഷ്യം വന്നു. അവൻ ആദ്യമേ കടിച്ചു. ഞാൻ അപ്പോഴാണ് കാണുന്നത് ഇതിനെ മൂർഖനാണെന്ന്, ഇത്ര അടുത്ത് കണ്ടിട്ടുമില്ല. കടിച്ചപ്പോൾ ഞാൻ ചാടി. അപ്പോൾ ഇത് കൂടെ ചാടി പിന്നെ 2 കടി കടിച്ചു. അപ്പോൾ ടോട്ടൽ 3 കടി. അപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് ഒരു അമ്മാവൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പുള്ളി മുണ്ടൊക്കെ കീറി തന്നു, കെട്ടി. അടുത്തൊരു ആംബുലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ട്രിവാൻഡ്രത്തൊരു നല്ല ഹോസ്പിറ്റലിൽ ആൻറ്റിവെനോളടുത്ത് കൊണ്ട് കൊടുത്തു. അങ്ങനെ കുറേ എന്തൊക്കെയോ കുത്തി പിന്നെ കൊണ്ട് കൊടുത്തു. അങ്ങനെ പിന്നെ സെറ്റായി, എങ്ങനെയൊക്കെയോ തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ പടത്തിൻ്റെ ഇൻ്റർവെൽ സമയത്ത് എന്നെ പാമ്പ് കടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് താമസം മാറി കവടിയാറിലേക്ക് മാറിയിട്ട് ബാക്കി എഴുതിയത് അവിടെ ഇരുന്നിട്ടും കഴക്കൂട്ടത്തൊക്കെ ഇരുന്നിട്ടാണ്. അപ്പോൾ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് എഴുതിയൊരു തിരക്കഥയായതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് എൻ്റെ ഒരു എഫേർട്ടുകളും ഉണ്ട്. പട്ടിക്കുഞ്ഞിനെന്ത് പറ്റി?
അയ്യോ അവൻ രക്ഷപ്പെട്ടു കേട്ടോ. അവൻ രക്ഷപ്പെട്ടു. അവൻ അത് കഴിഞ്ഞിട്ട് പോയി കണ്ടിട്ടുണ്ടായിരുന്നു, കണ്ട് ഫുഡൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെ, ഞാൻ ഈ പാമ്പ് കടിയേറ്റത് ജസ്റ്റ് ഇങ്ങനെ ഇപ്പം കഴിഞ്ഞ ദിവസം ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് കണ്ട് ജസ്റ്റ് നോക്കുന്ന സമയത്ത് 2018 നായകന് സംഭവിച്ചത് എന്ത്, സിനിമയ്ക്ക് സമാനമായ സംഭവം അഖിൽ പി ധർമ്മജന് സംഭവിച്ചത് എന്ത്. അതെ, പടത്തിന്റെ അകത്ത് ആസിഫ് അലിക്ക് ഇങ്ങനെ ഒരു സെയിം ഒരു മൂർഖന്റെ സംഭവം ഉണ്ട്. ഞാനേ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഞാൻ എന്റെ ഫോണ്, എനിക്ക് ഒരു റിലേക്ക് വന്നപ്പോ ഞാൻ ഫോൺ എടുത്തപ്പോ മൊത്തം ന്യൂസാണ് 2018 തിരക്കഥാകൃത്തിനെ വെള്ളക്കെട്ടി പാമ്പ് കടിച്ചു. അതായത് എല്ലാരും ചിരിക്കുന്ന റിയാക്ഷൻ. ഞാൻ പറയാ ദുഷ്ടമാരെ, ഞാനിവിടുന്ന് ചത്തി ചോദിച്ചവരാ, നീയൊക്കെ ചിരിക്കുന്ന എവിടെ? ഇപ്പൊ പറയുമ്പോൾ നമ്മൾ ചിരിക്കെങ്കിലും പക്ഷെ ആ സമയത്തുള്ളൊരു പേടി. ഞാൻ ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതായത് കടി കിട്ടി കെട്ടിയെങ്കിലും എനിക്ക് തല ചുറ്റാൻ തുടങ്ങി. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുക, പേടിക്കരുത്, BP ഹൈ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കയറും, വിഷം കയറും, ടെൻഷൻ അടിക്കരുത്. എന്നിട്ട് ഈ ശ്യാം ചേട്ടൻ അവിടെ ഉണ്ട്, ഡയറക്ടർ, പുള്ളീനെ വിളിക്കാനായിട്ട് ഈ അമ്മാവൻ ഓടി. എൻ്റെ ഈ ഫോണില്ല, മഴയായതുകൊണ്ട് ഞാൻ എടുത്തില്ല, വിളിച്ചു പറയാനില്ല, എനിക്ക് അമ്മയോട് സംസാരിക്കണം, അച്ഛനോട് സംസാരിക്കണം, അവസാനമായിട്ട് എൻ്റെ കൂട്ടുകാരെ വിളിക്കണം. ഈ ഒരു മൊമെന്റാ, ആരും വിളിക്കാൻ ഫോണില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഫോണില്ല, പാമ്പ് കടിച്ചു. അപ്പം ഒരു ഉയർന്നൊരു പാലമുണ്ട്, ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുക തളർന്ന്. അപ്പം ഞാൻ ഇങ്ങനെ മേലോട്ട് നോക്കുക, കഴിഞ്ഞു, എൻ്റെ ജീവിതം കഴിഞ്ഞു, ഈ സ്ക്രിപ്റ്റ് ആര് കംപ്ലീറ്റ് ആക്കും, ഈ അടുത്ത നോവലായി. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അവരെങ്കിലും പബ്ലിഷ് ചെയ്തതിന്, എൻ്റെ ലാപ്പിൽ ലോക്ക്ഡൗൺ, ആരും ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ആ സമയത്താണ് ഒരു മാസ് എൻട്രി കണക്ക് ഒരു ആംബുലൻസ് ഇങ്ങനെ തിരിഞ്ഞു വരുന്നു. അത് ഇതറിഞ്ഞപ്പോൾ തന്നെ ശ്യാം ചേട്ടൻ വിളിച്ചു, അവർ അടുക്കലുണ്ടായിരുന്നു, റിവേഴ്സ് വെള്ളത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുന്നു, എന്നെ പെട്ടെന്ന് തന്നെ കയറ്റുന്നു, കൊണ്ടുപോകുന്നു. ഒരു 5 മിനിറ്റിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു അവർ, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, സിനിമ എഴുത്ത് നടക്കുകയാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് കുറച്ച് പ്രശ്നം എന്ന് പറയുന്നത്, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ചിലർക്ക് ചിലത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചിലർക്ക് അത് ഇഷ്ടമാണ്. അപ്പൊ ട്രിമ്മിങ് ചിലരെ ഹേർട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നല്ല പണിപ്പെട്ട് 2.5 മണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു 2.25 മണിക്കൂറിൽ നിർത്തണം. അതിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട്. ഇപ്പൊ ഒരു വെബ് സീരീസ് ആണെങ്കിൽ നമുക്കൊരു 5-6 എപ്പിസോഡ് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, 1 hour വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളത്ര കയറ്റാം. പക്ഷെ ഇതിപ്പോൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്, ഒന്നും ആഡ് ചെയ്യാനായിട്ടില്ല, എല്ലാം എടുക്കുക വേണ്ടത്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു ഡിഫിക്കൽട്ട് ഉണ്ട്. എങ്കിലും ആരെയും നിരാശപ്പെടുത്തില്ല എന്നുള്ളൊരു വാക്ക് തരാം. കാസ്റ്റ് ഒക്കെ ഫിക്സ് ആയില്ല, സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് എന്തായാലും നല്ലൊരു കാസ്റ്റ് തന്നെ. കഴിഞ്ഞ ദിവസം സംവിധായക നിവിൻ പോളിയുടെ കൂടെ ഒരു ഫോട്ടോ ഇട്ട് കണ്ടിരുന്നു. അവര് നല്ല ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് കണ്ടത്. ഞങ്ങൾ സംസാരിച്ചു, ഒരിക്കലും കൺഫേം ആയിട്ടില്ല. സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് അവരുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടല്ലേ നമുക്ക് കൺഫേം ആക്കാം. ഞാൻ ഒരു ഇത് കൊടുക്കട്ടെ, ക്ലിക്ക് ബൈറ്റ്. റാം കെയർ ഓഫ് ആനന്ദിയിൽ നായകൻ നിവിൻ പോളിയോ. അയ്യോ വേണ്ട, എന്താ പറയട്ടെ, നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ കറക്റ്റ് ആയിട്ട് ആരാണ് എന്നുള്ളത് ഒരു സംഭവം വന്നിട്ടില്ലല്ലോ. അപ്പോൾ നിവിൻ ചേട്ടൻ അത് വായിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ബുക്ക്. അപ്പോൾ പുള്ളിക്ക് അത് ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളീനെ, ആക്ടർ, നല്ല രസമാണ്, പല പടങ്ങളും എനിക്കിഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം ഫ്യൂച്ചറിൽ ആരാണ് ചെയ്യുന്നതെന്ന്. ഞാനും അതിൻ്റെ ഒരു ഇതിലിരിക്കുകയാണ്, ആർക്കായിരിക്കും റാമിൻ്റെ ഫേസ് വരുന്നത്, ഇതിൻ്റെ ആനന്ദിയുടെ ഫേസ് വരുന്നത്. മല്ലി എന്തായാലും തീർച്ചയായിട്ടും റിയൽ ആയിട്ടുള്ള ഒരു ട്രാൻസ്ജെൻഡർ ആയിരിക്കും. അതൊരു ഓഡിഷൻ നടത്തി എടുക്കാമെന്ന് ഞാനും ഡയറക്ടറും കൂടെ വിചാരിക്കുന്നു. എല്ലാത്തിനും ഞാനും ക്യൂരിയസ് ആയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്, നമുക്ക് നോക്കാം. അല്ല, ഇപ്പോൾ ട്രാൻസ് ആയിട്ടുള്ള ആളുകളുടെ റിയാക്ഷൻ എന്താണ് സിനിമ ഇറങ്ങിയതിന് ശേഷം? കാരണം അത് നോവൽ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ എല്ലാവരും കമൻ്റ് ഇടും. എല്ലാവർക്കും ഒരു സ്നേഹമാണ്. അതായത് നമ്മളിപ്പോൾ കണ്ടുപോകുന്നു, പക്ഷെ ഒരു ബുക്ക് എന്ന് പറയുന്ന ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യും പല കാര്യങ്ങളിലും. ചില ആൾക്കാർ വായിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അതായത് നമ്മുടെ കേരളത്തിലല്ല, തമിഴ്നാട്ടിലൊക്കെ ഉള്ള മലയാളികൾ ഈ ട്രെയിനിൽ വരുന്നവരൊക്കെ ഇവരൊരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ചിലപ്പോൾ കൂട്ടുകാരുടെ കൂടെ നിൽക്കുമ്പോഴും ഇൻസൾട്ട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ പലരും ഇപ്പം മാറി ചിന്തിച്ചിട്ടുണ്ട്. അതായത് അവരുടെ അവസ്ഥ മൂലമാണ് അവർ ഭിക്ഷ എടുക്കാൻ വരുന്നതെന്ന് മനസ്സിലായി. ഒരു ജോലി കിട്ടത്തില്ല, ഒരു വീട്ടിൽ താമസിക്കാനായിട്ട് അവർ അവസരം കൊടുക്കത്തില്ല. അപ്പോൾ അവർക്ക് അതേ ഉള്ളൂ മാർഗം. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ കേരളത്തിലുള്ളവരും നോക്കി കാണുന്നുണ്ട്. അപ്പോൾ അതിൽ അവരുടെ സ്നേഹം എന്നോട് പ്രകടിപ്പിക്കാറുണ്ട്. എനിക്ക് സമാനമായ അനുഭവമാണ്. ഞാൻ തമിഴ്നാട്ടിലാണ് പഠിച്ചിരുന്നത്. പ്രത്യേകിച്ച് തഞ്ചാവൂരിൽ നിന്ന് തിരുവാരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പഠിച്ചു. ആ യാത്രയിലിടയിൽ തഞ്ചാവൂരിൽ നിന്നാണ് അധികം കയറുക. അപ്പോൾ ഇവർ കയറിയിട്ട് നമ്മളോട് സംസാരിക്കും. ആദ്യ സമയത്തൊക്കെ ഭയങ്കര ഇതായിട്ടായിരുന്നു. പിന്നെ നമ്മൾ പൈസ ഉണ്ടാവില്ല, അറിയാലോ പഠിക്കുന്ന സമയത്തുള്ള ഒരു അവസ്ഥ എന്താണെന്ന്. അവരൊന്ന് സംസാരിക്കുന്ന സമയത്ത് പറയും സ്റ്റുഡൻ്റ് ആണ്, ഇങ്ങനെ പോവാണ് പറഞ്ഞു. കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഈ ഒരു അനുഗ്രഹം ഉണ്ടല്ലോ, ഈ ഒരു വിഷ് തരുന്നത്, അത് നല്ല രസമല്ലേ. അപ്പോൾ അത് നമ്മൾ തന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോകും. നമ്മുടെ കയ്യിൽ ക്യാഷ് ഉള്ള സമയത്താണെങ്കിൽ 10-20 എത്രയെന്ന്. അതെ അതെ, അങ്ങനെയുള്ളതാണ്. എനിക്ക് ഊട്ടിയിൽ വെച്ചിട്ട് ഒരു അനുഭവം ഉണ്ടായിരുന്നു. നോട്ട് നിരോധന സമയത്ത് ഞാൻ ലോക്കൽ ട്രിപ്സാണ് പോകുന്നത്. ഞാൻ ഇങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര 1000 രൂപയും കൊണ്ട് ഊട്ടി പോയിട്ട് വരുമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞാനത് പോയ സമയത്ത് അവിടെ ചെന്നിട്ട് ജാക്കറ്റൊക്കെ വാങ്ങിയപ്പോൾ പിന്നെ പൈസ ഇല്ല, തിരിച്ചു വരാനുള്ള പൈസയേ ഉള്ളൂ. അപ്പം ഞാനൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒരു ട്രാൻസ്ജെൻഡർ വന്നിട്ട് പൈസ ചോദിച്ചു.
അപ്പം ഞാനിങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ ചില്ലറ എടുക്കുക. അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു ചില്ലറയൊന്നും വേണ്ട, കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ അപ്പോഴേ ഡള്ള, തലേദിവസം ഫുഡ് കഴിച്ചിട്ടില്ല, എങ്ങനെയെങ്കിലും നാട്ടിലെത്തണം എന്നുള്ളത് ഇതായിപ്പോയി. അപ്പോൾ ആ സമയത്ത് ഇതുകൊണ്ട് എനിക്ക് 1000 രൂപ തിരിച്ചു വരണം നാട് വരെ, ആ ഒരു ഇതുകൊണ്ട്. അപ്പോൾ ആ സമയത്ത് പുള്ളിക്കാരി ഇങ്ങനെ വന്നിട്ട് സാപ്പിട്ടില്ലേ കണ്ണാ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് പോയിട്ട് ഫുഡ് വാങ്ങി തന്നു എനിക്ക്. എന്നിട്ട് 50 രൂപയും കൈ വെച്ച് തന്നു. എന്നിട്ട് എന്നെ അനുഗ്രഹിച്ചു. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഈ റാം കെയർ ഓഫ് ആനന്ദി ഒന്നും ഐഡിയ ഇല്ല. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, അയ്യോ പണ്ടൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇവർ ഇങ്ങോട്ട് പൈസ തരുമോ അങ്ങനെയൊക്കെ ഉള്ളതാണ്. പക്ഷേ അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഒരാളുടെ ഫേസ് കണ്ടാലേ അറിയാം അയാൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ. എന്നിട്ട് അവരതിലൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ള ആൾക്കാരാണ്. അതൊരു തീർച്ചയായിട്ടും വിശപ്പ് അറിഞ്ഞ ഒരാൾക്ക് മറ്റൊരാളുടെ വിശപ്പ് മനസ്സിലാക്കാൻ അറിയാൻ പറ്റത്തുള്ളൂ. ചിലർ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ ഫുഡ് കഴിച്ചോ, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നാലും ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിച്ചടാ ഇപ്പം കഴിച്ചേ ഉള്ളൂ എന്ന് പറയും. എന്താ കഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്നൊന്ന് സ്റ്റക്കാവും. അത് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കണം നമ്മൾ അവർ കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർ കള്ളത്തരമാണ് പറയുന്നതെന്ന്. ഞാൻ ഈ ഒരു പരിപാടി ചെയ്യും. എനിക്ക് എന്താ പറഞ്ഞാൽ ഞാൻ ഫുഡിന് ഭയങ്കര വാല്യൂ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഒരിക്കലും ഈ ഫുഡ് പിന്നെ മോശം ഫുഡ് എന്നെ സെർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം അങ്ങ് മാറും. ഹോട്ടലാണ് എവിടെ ആണെങ്കിലും ഇപ്പം മീൻ മേടിക്കാൻ പോയാലും മോശം തന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ വഴക്കുണ്ടാക്കും, ഭയങ്കര വഴക്കം. ഞാൻ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്ന ഫുഡിനാണ്. നമ്മൾ ഉള്ളിലേക്ക് പോകുന്ന ഒരു കാര്യം. ഇപ്പം നമുക്കൊരു മൊബൈൽ വരുന്നു, മോശം തന്നാലും വേറെ എന്ത് തന്നാലും നമ്മളത് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഒരു ഉള്ളിലേക്ക് പോകുന്നത് നമ്മളെ എഫക്റ്റ് ചെയ്യും. അത് ചിലപ്പോൾ കഴിക്കുന്ന കുട്ടികളായിരിക്കാം, സ്ത്രീകൾ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരിക്കാം. അപ്പോൾ ഫുഡിൽ ഒരിക്കലും ഒരു മോശം കാണിക്കരുതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. നമ്മൾ പൈസ വാങ്ങുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ക്വാളിറ്റി കൊടുക്കണം. അപ്പോൾ ഈ ഫുഡിൻ്റെ കാര്യത്തിൽ ഇതും വിശപ്പിൻ്റെ കാര്യവും ഞാനത് തന്നെയാണ് ചിന്തിക്കുന്നത്. ഒരാളോട് ചോദിക്കുന്ന സമയത്ത് ആ ഫുഡിനെ റെസ്പെക്റ്റ് ചെയ്യണം നമ്മൾ. അപ്പോൾ അവൻ കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ഫുഡ് കൊടുക്കണം. ആ ഒരു സംഭവം ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ അടുത്ത നോവല് എന്താണ്? അടുത്ത നോവൽ രാത്രി 12-ന് ശേഷം. എന്തായി രാത്രി 12 മണിക്ക് ശേഷം? എഴുത്ത് കഴിഞ്ഞ് ഞാൻ എല്ലാ നോവലും എഴുത്ത് കഴിഞ്ഞാലും ഞാൻ ഒരു ബ്രേക്ക് എടുക്കും. ഓക്കെ, ഇത് ഇത്തിരി നീണ്ടുപോയി എങ്കിലും ഞാൻ 1 വർഷം മുമ്പ് എഴുതി വെച്ചു. എന്നിട്ട് ഞാൻ തീർക്കുന്നത് കുറച്ച് ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് റാം കെയർ ഓഫ് ആനന്ദി അങ്ങനെ തന്നെ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുള്ള നമ്മൾ ആ കഥയിൽ നിന്ന് ഫുള്ള് കംപ്ലീറ്റ്ലി പോയി. അപ്പോൾ നമ്മളൊരു പുതിയൊരു വായനക്കാരനായിട്ട് വായിക്കുന്ന സമയത്ത് നമുക്ക് ചില പോർഷൻസ് ഇത് ഇവിടെ ക്രിഞ്ചാണല്ലോ, അല്ലെങ്കിൽ ഇത് സാധനം എടുത്ത് കളയണല്ലോ, ലാഗാണല്ലോ, ആ ഒരു സാധനം കിട്ടും. നമ്മൾ ഫുൾ ടൈം അതിൻ്റെ അകത്ത് ഇരിക്കണ തലയ്ക്കകത്ത് ഒന്നും വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് ബ്രേക്ക് എടുത്തിട്ടാണ് ഞാനിപ്പോൾ മറ്റേ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് പോയത്. ഇപ്പോൾ 2ാമത് വായന കഴിഞ്ഞു, എഡിറ്റിങ്ങിന് കയറ്റിയിരിക്കുകയാണ് ഈ വർഷം ലാസ്റ്റോടുകൂടി. അല്ല, ഞാനിപ്പോൾ ചോദിക്കുന്നത് ഈ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ നേരത്തെ ചോദിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. അതായത് ഇപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി കഴിഞ്ഞു, പബ്ലിഷായി, വൻ റീച്ച് കിട്ടി. ഇപ്പം ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ചിലപ്പോൾ തോന്നില്ലേ ഒരു പുതിയ ക്യാരക്ടർ വന്നോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ശരിയായില്ലല്ലോ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാക്കിയാലോ എന്ന് തോന്നില്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എന്താന്ന് പറഞ്ഞിട്ട് ഇല്ല, അങ്ങനെ ഇല്ല. ഓക്കെ, കാരണം ഒന്നുകൂടെ നന്നാക്കാമായിരുന്നു എന്നുള്ളത് അങ്ങനെ എനിക്ക്. പക്ഷേ എന്താ പറയട്ടെ, ചിലപ്പോൾ ഇത് റീസെന്റ് ഇറങ്ങിയതുകൊണ്ടായിരിക്കും. പക്ഷെ എൻ്റെ ആദ്യത്തെ 2 നോവൽ എടുത്ത് ഇപ്പോൾ വായിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ തോന്നും, ഈ കഥാപാത്രത്തിന്റെ ആവശ്യമില്ലായിരുന്നു, കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഈ പോർഷൻ കുറച്ചുകൂടെ നന്നാക്കായിരുന്നു, അല്ലെങ്കിൽ ഇത് ഇത്രയും വേണ്ടായിരുന്നു എന്ന് തോന്നും. പക്ഷെ ഇപ്പോൾ DC ബുക്സ് ഇപ്പോൾ 2ാമത് എൻ്റെ ഫസ്റ്റ് 2 ബുക്സും ഞാൻ ആദ്യമേ സെൽഫ് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ചുകൂടെ സാറ്റിസ്ഫൈഡ് ആണ് അതിൻ്റെ. ബുക്ക് പിന്നെ സിനിമ പോലെയല്ല, നമുക്ക് ബുക്ക് അതിൻ്റെ ലൈഫ് ലോങ് നമുക്ക് എഡിറ്റിംഗ് വേണമെങ്കിൽ നടക്കും അത്. അതുകൊണ്ട് പക്ഷേ സിനിമ ഒരിക്കലും ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ലല്ലോ, അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇപ്പോൾ ഓക്കെ, നമുക്ക് അവസാനത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ ദുബായിൽ ഞാൻ പറഞ്ഞു UAE-ലാണുള്ളത്. അതെ അതെ. ചെന്നൈയിൽ പോയി, ചെന്നൈ ഇഷ്ടപ്പെട്ടു, ചെന്നൈയെ കുറിച്ച് എഴുതി. എനിക്ക് മനസ്സിലായി എപ്പോൾ വരും ഞങ്ങളെ കുറിച്ചിട്ട്? എനിക്ക് ഇവിടുത്തെ ഏറ്റവും നല്ല ക്ലൈമറ്റ് എപ്പോഴാണെന്ന് എനിക്ക് അറിയത്തില്ല, പറഞ്ഞൊരു എപ്പോഴാണ്? ഓക്കെ, നമുക്കൊരു സെപ്റ്റംബർ മുതൽ ഒരു മാർച്ച് ഏപ്രിൽ വരെയുള്ള നല്ലതാണ് ഇവിടെ അല്ലേ? അപ്പം പക്ഷെ എനിക്ക് അറിയില്ല ഇവിടെ എങ്ങനെയാണ് നിൽക്കേണ്ടത്. അല്ലെങ്കിൽ എൻ്റെ ഒരു കസിനും അളിയനും ഇവിടെ ഉണ്ട്. ഞാൻ അവരോടൊക്കെ ചോദിച്ചിട്ട് എനിക്ക്, പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ സത്യമായിട്ടും ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. അപ്പൊ എനിക്ക് പേടിയായിരുന്നു. ഞാനിവിടെ 10 ദിവസം അടുത്തെങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരു 7 ദിവസമായപ്പോൾ എനിക്ക് പറ്റുന്നില്ല. ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് അമ്മ ഞാൻ തന്നെ ടിക്കറ്റ് എടുത്ത് വരാകുമ്പോൾ എനിക്ക് ഇവിടെ പറ്റുന്നില്ല, ചൂടാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഉടനെ ഞാൻ പക്ഷെ ഇത്തവണ വന്നപ്പോഴേക്കും അത്ര ചൂട് തുടങ്ങുന്നുള്ളതുകൊണ്ടായിരുന്നു. ജൂലൈ യെസ് അതെ. അപ്പം ഞാനിങ്ങനെ പക്ഷേ വിളിച്ചപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഗ്ലാസ് തുറന്നിട്ടിട്ട് ഞാൻ കൈയിട്ടു. എനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ, നല്ലതാണല്ലോ. അപ്പം ഇന്ന് വരുന്ന വഴിക്ക് ഞാൻ അനിലേട്ടൻ കൂടെയുള്ള ചേട്ടൻ്റെ കൂടെ ഞാൻ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ ഇവിടെ ഒരുപാട് കഥ ഉണ്ടാവുമല്ലേ? പുള്ളി പറഞ്ഞു ഇവിടെയാണ് കഥയുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെ അതെ, ഒരുപാട് പേരുടെ ഉണ്ടല്ലോ, പല രാജ്യക്കാരല്ലേ? അതെ അതെ, പല രാജ്യക്കാരുടേതുണ്ട്. നമ്മുടെ തന്നെ മലയാളികളുടെ തന്നെ ഒരുപാട് കഥകളുണ്ട്. ആണല്ലേ? ശരിക്ക് പ്രവാസികളെ കുറിച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഞാൻ അധികം പറയല്ലോ, പക്ഷേ
ഓരോ മനുഷ്യനും സാധാരണഗതിയിൽ തന്നെ ഓരോ മനുഷ്യനും ഓരോ കഥയാണ്. അതെ. പക്ഷെ ഓരോ പ്രവാസിയും ആ പ്രവാസ ലോകത്തേക്ക് എത്തുന്നതിന് തന്നെ ഓരോ കഥകളുണ്ട്. അപ്പോൾ പല ആളുകളും പക്ഷെ ചിലപ്പോൾ കടബാധ്യത കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുട്ടിക്കാലം മുതലേ ഗൾഫിൽ നിന്ന് കേട്ടു പരിചയിച്ച് വരുന്ന ആളുകളുണ്ടാവും. മറ്റുള്ള ചില ആളുകൾ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട്, ഇപ്പം വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണമായിരിക്കും, ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമായിരിക്കും, കാമുകിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമായിരിക്കും. ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാണ് ഓരോരുത്തരും ഗൾഫിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ജോലി അന്വേഷിച്ച് വരുന്നവരുണ്ടാവും. ശരിക്ക് പല ആളുകളും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര കഥകളാണ്. അതുപോലെ തന്നെ പ്രവാസികളായിട്ടുള്ള ഇപ്പോൾ പല ബിസിനസ് മാൻമാരായിട്ടുള്ള മുതലാളിമാരായിട്ടുള്ള പല ആളുകളും തുടക്കം എന്ന് പറയുന്നതും വലിയ സംഭവങ്ങളാണ്. അവർ ലേബർ ക്യാമ്പുകളിൽ നിന്ന് തുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പേനയും പെൻസിലൊക്കെ വിറ്റ് നടന്ന ആളുകൾ, തലവരെ മാറിയ ആളുകളുണ്ട്. അതുപോലെ തന്നെ ഉന്നതങ്ങളിൽ നിന്ന് താഴേക്ക് പോയിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ പേരുകളൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, നമുക്ക് അറിയുന്ന തന്നെ ആളുകളുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകളുടെ കഥകൾ ഇവിടെയുണ്ട്. നിങ്ങൾക്കൊക്കെ ശരിക്കും വന്നിട്ടൊന്ന് ഇറങ്ങി കഴിയുകയാണെങ്കിൽ ഒരുപാട് കഥകൾ കിട്ടാനുണ്ട് ഇവിടെ. അത് തീർച്ചയായിട്ടും ഞാനപ്പോൾ വിചാരിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു സമയത്ത് ഇവിടെ വന്ന് നിന്നിട്ട് കുറച്ച് കഥകൾ കൂടി ഉൾക്കൊള്ളണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഒരു സീസണിൽ ഏതെങ്കിലും ഒരു വർഷം വന്ന് സെപ്റ്റംബർ മുതൽ, അതായത് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒക്ടോബർ മുതൽ മാർച്ച് അവസാനം വരെ നല്ല തണുപ്പും അത്യാവശ്യം നല്ല സുഖമുള്ള. ഇപ്പൊ എനിക്ക് അങ്ങനെ കഥ എഴുതാനൊക്കെ ഇവിടെ അങ്ങനെയൊക്കെ വിസയൊക്കെ കിട്ടുമോ എനിക്കറിയില്ല, അതുകൊണ്ട് വിസിറ്റിങ്ങിന് വേണ്ടി വരണം അല്ലേ? വിസിറ്റിങ്ങിന് വരാം. അതുപോലെ തന്നെ ഗോൾഡൻ വിസ എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി. ഗോൾഡൻ വിസ ഒന്നും കിട്ടാനായിട്ട് ഒരു കാര്യം ഇല്ല, ഈസി ആയിട്ട് കിട്ടും. അതിനെല്ലാം സംസാരിക്കാം, നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, അതല്ല ഞാൻ എന്തായാലും നോക്കട്ടെ. 3 മാസം മതിയാവുമെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ നാട്ടിൽ പോയിട്ട് തിരിച്ച് വീണ്ടും വരാമല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ തീർച്ചയായിട്ടും ദുബായിലെ പറ്റിയിട്ടും തീർച്ചയായിട്ടും എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് പക്ഷേ സത്യത്തിൽ നിങ്ങൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പുറത്തുനിന്ന് വരുന്ന ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് ഇവിടെ ഒരു മായാജാലം കണക്കാണ്, ഫുൾ എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടെ അല്ലേ, ഭയങ്കര ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഞാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം സംസാരിച്ചതിന്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും സംസാരിക്കാനുണ്ട്, പക്ഷേ നീണ്ടുപോകും. ഓക്കെ, നമുക്കത് കട്ട് ചെയ്യാം. തീർച്ചയായിട്ടും സന്തോഷം. ഓക്കെ, താങ്ക് യു.